ഇന്നലത്തെ പോർച്ചുഗലിൻ്റെ കളി മുഴുവനായിട്ട് ഞാൻ കണ്ടാണ്. ടോട്ടലി ടീമിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ മോശമാണ്. പിന്നെ പ്രത്യേകിച്ച് റൊണാൾഡോയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ അതിലും മോശമാണ്. കാരണം റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പെർഫോമൻസ് റൊണാൾഡോ കാഴ്ചവെച്ചിട്ടില്ല. കാരണം ഇപ്പോൾ എല്ലാവരും പറഞ്ഞു റൊണാൾഡോക്ക് പാസ് കൊടുത്തില്ല എന്നാണ്. പക്ഷേ പാസ് കൊടുക്കാൻ പുള്ളിയെ ചിത്രത്തിൽ കാണുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ സാധാരണങ്ങൾ പാസ് കൊടുക്കുക? ആ പുള്ളി ചിത്രത്തിലില്ല. റൊണാൾഡോ എന്ന് പറയുന്ന വ്യക്തി. ഞാൻ സ്ക്രീനിൽ ഒരു സ്ക്രീൻ സ്പേസ് പോലും ക്യാമറ സ്പേസ് പോലും പുള്ളിക്ക് കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പുള്ളി പെർഫോമൻസ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഇപ്പം ബ്രസീലിൽ നല്ല സന്തോഷത്തിലാണ്, അങ്ങനെ വേണം. പക്ഷേ ബ്രസീലിൽ മനസ്സിലായി അവർക്കും സമാനമായ പ്രശ്നം തന്നെയാണ്. കാരണം ഈ 2002, 2006 കാലഘട്ടങ്ങളിൽ ഫുട്ബോൾ കണ്ടവർക്കറിയാം. അന്ന് ബ്രസീലിൽ കഫു, റൊണാൾഡോ, റൊണാൾഡിനോ, കാർലോസ്, റിവാൾഡോ എന്ന് പറഞ്ഞാൽ വലിയൊരു നിര ഉണ്ടായിരുന്നു. ആ നിര പോയതിന് ശേഷം അവർക്കും നല്ല ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ല. പോർച്ചുഗലിനെല്ലാം മോശമാണ് ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പോർച്ചുഗലിന് ഫിഗോ പോയതിന് ശേഷം അവർക്കും തന്നെ അവസ്ഥ. എന്നാൽ ഫ്രാൻസും അർജൻറ്റീനയും മെച്ചപ്പെട്ടു വന്നു, നല്ല ടീമിനെടുത്ത്